നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിനി ചന്ദ്ര. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. രാജ്യത്ത് ഇന്ധനവില വീണ്ടും വർദ്ധിപ്പിച്ചു. പെട്രോൾ ലിറ്ററിന് 2.61 രൂപയും ഡീസലിന് 2.71 രൂപയുമാണ് വർദ്ധിപ്പിച്ചത്. രണ്ടാഴ്ചക്കിടെ ഇത് നാലാമത്തെ വർധന. കൊല്ലം മുണ്ടയ്ക്കൽ അമൃതകുളത്ത് മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങി. വളർത്താൻ ഇട്ടിരുന്ന മത്സ്യങ്ങളാണ് ചത്തത്. വിഷം കലക്കിയതാണോ എന്ന സംശയത്തിൽ നാട്ടുകാർ. സഞ്ചാരികളുമായി പോയ ഹൗസ് ബോട്ട് മുങ്ങി അപകടം. യാത്രക്കാർ സുരക്ഷിതർ. മൺട്രോ തുരുത്തിൽ കനത്ത മഴയിലും കാറ്റിലും പെട്ട് ബോട്ട് മുങ്ങുകയായിരുന്നു. KSRTC ബസിന് മുകളിലേക്ക് മരം കടപുഴകി. ആളപായമില്ല. കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ കേരളപുരം ജംഗ്ഷന് സമീപമായിരുന്നു അപകടം. വിശദമായ വാർത്തകളിലേക്ക്. രാജ്യത്ത് ഇന്ധനവില വീണ്ടും വർദ്ധിപ്പിച്ചു. പെട്രോൾ ലിറ്ററിന് 2.61 രൂപയും ഡീസലിന് 2.71 രൂപയുമാണ് വർദ്ധിപ്പിച്ചത്. കഴിഞ്ഞ രണ്ടാഴ്ചക്കിടെ ഇത് നാലാമത്തെ തവണയാണ് ഇന്ധനവില വർദ്ധിപ്പിക്കുന്നത്. ഏറെ നാളിന് ശേഷം മെയ് 15-നാണ് ഇന്ധനവിലയിൽ രാജ്യത്ത് വർധനവുണ്ടായത്. ഇന്ധനവില വീണ്ടും വർദ്ധിപ്പിച്ച് കേന്ദ്ര സർക്കാരിന്റെ പ്രഹരം. രണ്ടാഴ്ചക്കിടെ ഇത് നാലാം തവണയാണ് ഇന്ധനവില വർദ്ധിപ്പിക്കുന്നത്. പെട്രോൾ ലിറ്ററിന് 2.61 രൂപയും ഡീസലിന് 2.71 രൂപയുമാണ് തിങ്കളാഴ്ച കൂടിയത്. 12 ദിവസത്തിനിടെ പെട്രോൾ ഡീസൽ വില കൂടിയത് 8.05 രൂപയാണ്. ഡൽഹിയിലെ പെട്രോൾ വില 102.12 രൂപയും ഡീസൽ 100 രൂപ കടന്നിരിക്കുകയാണ്. കേരളത്തിൽ എല്ലായിടത്തും ഡീസൽ വില 100 രൂപ കടന്നു. കൊച്ചിയിൽ ഡീസൽ വില 102.52 രൂപയും പെട്രോളിന് 113.61 രൂപയുമായി. തിരുവനന്തപുരത്ത് ഡീസലിന് 104.27 രൂപയും പെട്രോളിന് 115.26 രൂപയും. കോഴിക്കോട് ഡീസലിന് 102.78 രൂപയും പെട്രോളിന് 113.77 രൂപയുമായി. പശ്ചിമേഷ്യൻ യുദ്ധമാണ് ഇന്ധനവില വർധനവിന് കാരണമായി സർക്കാർ പറയുന്നത്. എണ്ണക്കമ്പനികൾ കനത്ത നഷ്ടത്തിലൂടെ കടന്നു പോകുന്നതെന്നും വാദമുണ്ട്. തുടർച്ചയായ ഇന്ധനവില വർധനവ് മൂലം വലിയ വിലക്കയറ്റത്തിനുള്ള സാധ്യതയാണ് മുന്നിൽ കാണുന്നത്. ഇന്ധനവില വരും ദിവസങ്ങളിലും വർദ്ധിക്കാനാണ് സാധ്യത. ന്യൂസ് ഡെസ്ക്. BJP പ്രവർത്തകന് നേരെ ആക്രമണം. ചാത്തന്നൂർ വരിഞ്ഞം സ്വദേശി രാജീവിന് നേരെയാണ് ആക്രമണമുണ്ടായത്. DYFI പ്രവർത്തകനായ മുട്ട വിഷ്ണു എന്ന് വിളിക്കുന്ന വിഷ്ണു മാരകായുധങ്ങളുമായി ഇയാളെ ആക്രമിക്കുകയായിരുന്നു. BJP നേതാവും ഫോട്ടോഗ്രാഫറുമായ ചാത്തന്നൂർ വരിഞ്ഞം സുന്ദരമുക്കിന് സമീപം പുത്തൻവിള വീട്ടിൽ രാജീവിനാണ് വെട്ടേറ്റത്. DYFI പ്രവർത്തകനായ മൊട്ട വിഷ്ണു എന്ന് വിളിക്കുന്ന വിഷ്ണു മാരകായുധങ്ങളുമായി എത്തി ആക്രമിക്കുകയായിരുന്നു. രാജീവിന്റെ നിലവിളി കേട്ട് നാട്ടുകാർ ഓടിയെത്തിയപ്പോഴേക്കും അക്രമി സംഘം രക്ഷപ്പെട്ടു. തുടർന്ന് നാട്ടുകാർ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ രാജീവിനെ പ്രവേശിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. സംസ്ഥാനത്തെ സ്വകാര്യ ബസ്സുകൾ സർവീസ് നിർത്തിവെക്കാൻ ഒരുങ്ങുന്നു. ഇന്ധനവിലയിലുണ്ടായ അനിയന്ത്രിതമായ വർധനവ് മൂലം സർവീസ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് തീരുമാനം. കനത്ത സാമ്പത്തിക നഷ്ടമാണ് നേരിടുന്നതെന്നും നിലവിലെ സാഹചര്യത്തിൽ സർവീസ് നടത്തുക അസാധ്യമാണെന്നും ബസ് ഉടമകൾ വ്യക്തമാക്കി. ഇന്ധനവിലയിലുണ്ടായ അനിയന്ത്രിതമായ വർധനവ് മൂലം സർവീസ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് അടുത്തയാഴ്ച മുതൽ സംസ്ഥാനത്തെ സ്വകാര്യ ബസ്സുകൾ സർവീസ് നിർത്തിവെക്കാൻ ഒരുങ്ങുന്നത്. നിത്യേനയുള്ള ഇന്ധനവില വർധനവ് കാരണം കനത്ത സാമ്പത്തിക നഷ്ടമാണ് നേരിടുന്നതെന്നും നിലവിലെ സാഹചര്യത്തിൽ സർവീസ് നടത്തുക അസാധ്യമാണെന്നും ബസ് ഉടമകൾ വ്യക്തമാക്കി. ദിവസേനയെന്നോണം വർദ്ധിക്കുന്ന ഡീസൽ വില ബസ് വ്യവസായത്തെ പൂർണ്ണമായും തകർച്ചയുടെ വക്കിലെത്തിച്ചിരിക്കുകയാണ്. വരുമാനത്തേക്കാൾ കൂടുതൽ തുക ഇന്ധനത്തിനായി മാറ്റിവെക്കേണ്ടി വരുന്നത് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. ജീവനക്കാരുടെ ശമ്പളം, ബസിന്റെ അറ്റകുറ്റപ്പണികൾ, നികുതി തുടങ്ങിയ ചെലവുകൾ കൂടി വഹിക്കാൻ കഴിയാത്ത തരത്തിലാണ് നിലവിലെ നഷ്ടം. സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അടിയന്തര ഇടപെടലുകളോ അനുകൂലമായ തീരുമാനങ്ങളോ ഉണ്ടാകാത്ത പക്ഷം സർവീസുകൾ പൂർണ്ണമായി നിർത്തിവെക്കുകയല്ലാതെ മറ്റു പോംവഴികളില്ലെന്നാണ് ഉടമകളുടെ നിലപാട്.
അടുത്തയാഴ്ച മുതൽ ബസ്സുകൾ ഓട്ടം നിർത്തുന്നതോടെ സംസ്ഥാനത്തുടനീളം യാത്രാക്ലേശം രൂക്ഷമാകാൻ സാധ്യതയുണ്ട്. സ്കൂളുകളും ഓഫീസുകളും സാധാരണ നിലയിൽ പ്രവർത്തിക്കുന്ന സമയത്ത് ബസ്സുകൾ നിരത്തിലിറങ്ങാതിരിക്കുന്നത് പൊതുജനങ്ങളെ കനത്ത ദുരിതത്തിലാക്കും. ന്യൂസ് ഡെസ്ക്. കൊല്ലം മാടന്നട പഴയാറ്റിൻകുഴിയിലെ ഇരുചക്രവാഹന ഷോറൂം സർവീസ് സെന്ററിൽ തീപിടുത്തം. സാരഥി മോട്ടോഴ്സിന്റെ ബജാജ് ചേതക് ഇലക്ട്രിക് സ്കൂട്ടർ ഷോറൂമിലാണ് തീപിടുത്തം ഉണ്ടായത്. 40ഓളം ഇലക്ട്രിക് സ്കൂട്ടറുകൾ പൂർണ്ണമായും കത്തിനശിച്ചു. തട്ടാമല പഴയാറ്റിൻകുഴി ജംഗ്ഷനിൽ സാരഥി ഇരുചക്രവാഹന ഷോറൂമിനോട് ചേർന്ന സർവീസ് സെന്ററിലാണ് തീപിടുത്തമുണ്ടായത്. 40ഓളം ഇലക്ട്രിക് സ്കൂട്ടറുകളും ബാറ്ററികളും കത്തിനശിച്ചു. 1.5 കോടി രൂപയുടെ നഷ്ടമുണ്ടായതായാണ് പ്രാഥമിക വിലയിരുത്തൽ. സർവീസ് സെന്റർ പ്രവർത്തിച്ചിരുന്ന കെട്ടിടവും കത്തിനശിച്ചു. ഞായറാഴ്ച ഉച്ചയ്ക്ക് 3:30യോടെയായിരുന്നു സംഭവം. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കൊല്ലം മുണ്ടയ്ക്കൽ അമൃതകുളത്ത് മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങി. വളർത്താനിട്ടിരുന്ന മത്സ്യങ്ങളാണ് ചത്തത്. കാരണം വ്യക്തമല്ല. വിഷം കലക്കിയതാണോ എന്ന സംശയത്തിലാണ് നാട്ടുകാർ. കൊല്ലം കോർപ്പറേഷന്റെ അധീനതയിലുള്ള മുണ്ടയ്ക്കൽ അമൃതകുളത്താണ് കുളത്തിലെ മീനുകൾ ചത്തുപൊങ്ങിയത്. ഫിഷറീസ് വകുപ്പും കോർപ്പറേഷനുമായി സഹകരിച്ച് മീൻ വളർത്തൽ ആരംഭിച്ചിരുന്നു. 7 വർഷമായി ഇവിടെ മീൻ വളർത്തുകയാണ്. കുളത്തിലെ മീനുകൾ നാട്ടുകാർക്ക് യഥേഷ്ടം സൗജന്യമായി പിടിച്ച് കൊണ്ടുപോകാം എന്നതും ഇവിടുത്തെ പ്രത്യേകതയായിരുന്നു. കുളത്തിലെ ചെറുമീനുകളും വലിയ മീനുകളും ഉൾപ്പെടെ ചത്തുപൊങ്ങിയത് കണ്ട നാട്ടുകാർ കൗൺസിലറെ വിവരമറിയിക്കുകയായിരുന്നു. സാമൂഹ്യവിരുദ്ധരാണോ ഇതിന് പിന്നിലെന്ന് സംശയം നിലനിൽക്കുന്നതായി കൗൺസിലർ പറഞ്ഞു. ഓക്സിജന്റെ കുറവും അമോണിയയുമാണ് മീനുകൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങാൻ കാരണമെന്ന് സ്ഥലത്തെത്തിയ ഫിഷറീസ് ഉദ്യോഗസ്ഥർ സംശയിക്കുന്നു. വിവരം അറിഞ്ഞതിനെ തുടർന്ന് കോർപ്പറേഷൻ ഫിഷറീസ് അധികൃതർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. എന്താണ് ഇതിന് കാരണമെന്നത് വിശദമായ പരിശോധനയ്ക്ക് ശേഷമേ വ്യക്തമാവുകയുള്ളൂ. കട്ടുള്ള ഇനത്തിൽപ്പെട്ട മത്സ്യങ്ങളാണ് കുളത്തിൽ നിക്ഷേപിച്ചിരുന്നത്. മേയർ, വില്ലേജ് അധികൃതർ ഉൾപ്പെടെ സംഭവ സ്ഥലത്തെത്തി. ന്യൂസ് ബ്യൂറോ, കൊല്ലം. മൺട്രോ തുരുത്തിൽ സഞ്ചാരികളുമായി പോയ ഹൗസ് ബോട്ട് മുങ്ങി അപകടം. യാത്രക്കാർ സുരക്ഷിതർ. കനത്ത മഴയിലും കാറ്റിലും പെട്ട് ബോട്ട് മുങ്ങുകയായിരുന്നു. ബോട്ട് ചരിഞ്ഞു തുടങ്ങിയപ്പോൾ നാട്ടുകാരെത്തി യാത്രക്കാരെ രക്ഷപ്പെടുത്തി കരയ്ക്കെത്തിച്ചു. കുറച്ചുപേർ ഇക്കരെ കരയില്ല കേട്ടോ, കുറച്ചുപേർ ഇക്കരെ കരയിലും കുറച്ചുപേർ അക്കരെ കരയിലും കേട്ടോ. അപ്പം ആളുകളുടെ എണ്ണം ക്രോസ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക, ആരെങ്കിലും മിസ്സിംഗ് ആയിട്ടുണ്ടോ എന്ന്. ബോട്ട് എന്താ മറിഞ്ഞ കാരണം അറിയാൻ വയ്യ. വിനോദസഞ്ചാരികളുമായി പോയ ഹൗസ് ബോട്ടാണ് മുങ്ങിയത്. ബോട്ട് ചരിഞ്ഞു തുടങ്ങിയപ്പോൾ നാട്ടുകാരെത്തി യാത്രക്കാരെ രക്ഷപ്പെടുത്തി കരക്കെത്തിച്ചു. ഞായറാഴ്ച വൈകിട്ട് 4:30 അപകടം. മൺട്രോ തുരുത്ത് എസ് വളവിലേക്കുള്ള യാത്രയിലാണ് വള്ളം മുങ്ങിയത്. പുത്തനാറിൽ നിന്ന് അഷ്ടമുടിക്കായലിലേക്ക് കയറുന്നതിനിടെ കക്കാട്ടുകടവിന് സമീപത്തായിരുന്നു അപകടം. ശക്തമായ മഴ പെയ്യുന്നതിനിടെയാണ് അപകടമുണ്ടായത്. കാരൂത്രക്കടവിൽ നിന്ന് 10 പേരുമായി യാത്ര തിരിച്ച ഹൗസ് ബോട്ടാണ് അപകടത്തിൽപ്പെട്ടത്. ഹൗസ് ബോട്ട് ഉലയുന്നത് കണ്ട് കടവത്ത് അടുപ്പിക്കാൻ കരയ്ക്ക് നിന്നവർ ആവശ്യപ്പെട്ടെങ്കിലും ജീവനക്കാർ മുന്നോട്ടു പോയി. ഒടുവിൽ ബോട്ട് ചരിഞ്ഞ് വെള്ളം കയറിയതോടെ സഹായത്തിനായി അഭ്യർത്ഥിക്കുകയായിരുന്നു. ഉടൻ തന്നെ നീന്തിയും ചെറുവള്ളങ്ങളിൽ തുഴഞ്ഞുമെത്തിയ നാട്ടുകാർ യാത്രക്കാരെ രക്ഷപ്പെടുത്തി ഇരുകരകളിലും എത്തിച്ചു. കിഴക്കേക്കല്ലട പോലീസും കുണ്ടറ അഗ്നിരക്ഷാസേനയും സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം നടത്തി. അപകടമുണ്ടായത് കടവിന് സമീപത്തായത് വിനോദസഞ്ചാരികൾക്ക് രക്ഷയായി. ന്യൂസ് ബ്യൂറോ, കൊല്ലം. KSRTC ബസിന് മുകളിലേക്ക് മരം കടപുഴകി വീണു. ആളപായമില്ല. കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ കേരളപുരം ജംഗ്ഷന് സമീപമായിരുന്നു അപകടം. കനത്ത മഴയിലും കാറ്റിലും മരം കടപുഴകി വീഴുകയായിരുന്നു. അപകടത്തിൽ ബസിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ കുണ്ടറ കേരളപുരത്താണ് അപകടമുണ്ടായത്. കേരളപുരം ജംഗ്ഷന് സമീപം സ്വരലയ മ്യൂസിക് സ്കൂളിന് മുന്നിൽ അപകടകരമാംവിധം ഉണങ്ങി നിന്ന മരമാണ് കനത്ത മഴയിൽ കടപുഴകി വീണത്. കഴിഞ്ഞ ദിവസം ഉച്ചയോടെയായിരുന്നു അപകടം. കൊല്ലത്ത് നിന്നും കൊട്ടാരക്കരയിലേക്ക് പോയ KSRTC ബസിന് മുകളിലേക്കാണ് മരം കടപുഴകി വീണത്. അപകടത്തിൽ ഇരുചക്രവാഹന യാത്രികർ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. കാൽനട യാത്രികർ ഓടി മാറിയതിനാൽ അപകടം ഒഴിവായി. ബസിന്റെ മേൽക്കൂര തകർന്ന് പൊട്ടിപ്പൊളിഞ്ഞ നിലയിലാണ്. സമീപത്ത് സ്കൂളുകളും മറ്റും ഉണ്ടായിരുന്നിട്ടും അപകടകരമായി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റാൻ അധികൃതർ ഇതുവരെയും തയ്യാറായിട്ടില്ലെന്നും ആക്ഷേപമുണ്ട്. നാട്ടുകാരും മറ്റ് സാമൂഹ്യ പ്രവർത്തകരും പഞ്ചായത്തിലും ഹൈവേ അതോറിറ്റിക്കും പലതവണ പരാതി നൽകിയിരുന്നു. എന്നാൽ ആരും തിരിഞ്ഞു നോക്കുന്നില്ലെന്നും ആക്ഷേപമുണ്ട്. സമീപ പ്രദേശങ്ങളിൽ അപകടകരമായ 50 വർഷത്തിലേറെ പഴക്കമുള്ള മരങ്ങൾ റോഡിന്റെ വശങ്ങളിൽ നിൽപ്പുണ്ട്. ഈ മരങ്ങൾ മുറിച്ചു മാറ്റാൻ
നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ ഇനിയും ദുരന്തങ്ങൾ ഉണ്ടാകുമെന്നാണ് നാട്ടുകാരുടെ ആശങ്ക. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. പ്രതിഷേധ പ്രകടനവും യോഗവും സംഘടിപ്പിച്ചു. പാരിയത്തുകാവ് ഉന്നതിയിലെ പോലീസ് ദളിത് വേട്ടയിൽ പ്രതിഷേധിച്ചാണ് പ്രകടനവും യോഗവും സംഘടിപ്പിച്ചത്. PKS കൊല്ലം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. എറണാകുളം പാരിയത്തുകാവ് ഉന്നതിയിലെ പോലീസ് ദളിത് വേട്ടയിൽ പ്രതിഷേധിച്ചാണ് പ്രകടനവും യോഗവും സംഘടിപ്പിച്ചത്. PKS കൊല്ലം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചിന്നക്കടയിലായിരുന്നു പ്രതിഷേധം. ചിന്നക്കട റെസ്റ്റ് ഹൌസിന് മുന്നിൽ നിന്നും ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി കൊല്ലം ബസ്വേയിൽ സമാപിച്ചു. സമരസമിതി നേതാവ് സുശീല സമരം ഉദ്ഘാടനം ചെയ്തു. AK ആന്റണി സർക്കാരിന്റെ കാലത്ത് മുത്തങ്ങയിൽ സംഭവിച്ചതുപോലെയാണ് VD സതീശൻ സർക്കാരിന്റെ കാലത്ത് പാരിയത്തുകാവ് ഉന്നതിയിൽ സംഭവിച്ചിരിക്കുന്നതെന്ന് സമരക്കാർ ആരോപിച്ചു. UDFന്റെ മുഖ്യമന്ത്രിയായി അധികാരമേറ്റ കാലഘട്ടത്തിലാണ് മുത്തങ്ങയിൽ പോലീസിന്റെ നരനായാട്ടുണ്ടായത്. അതിന് സമാനമായ സാഹചര്യമാണ് പാരിയത്തുകാവ് ഉന്നതിയിൽ ഉണ്ടായത്. ആ പാവങ്ങൾ സംസ്ഥാനത്തെ ഏതെങ്കിലും ക്രിമിനലുകളല്ല. ഏതെങ്കിലും തരത്തിൽ ഈ സംസ്ഥാനത്തിന്റെ ഏതെങ്കിലും പൊതുസ്വത്ത് അപഹരിക്കുകയോ നഷ്ടപ്പെടുത്തുകയോ കൊള്ളയടിക്കുകയോ ചെയ്ത വിഭാഗങ്ങളല്ല. സാധുക്കളിൽ സാധുക്കളായ മനുഷ്യർ അന്തിയുറങ്ങാൻ ഇതുവരെയും സ്വന്തമായി ഒരു തുണ്ട് ഭൂമി പോലുമില്ലാത്ത മനുഷ്യരെയാണ് തല്ലി ഓടിക്കുന്നത്. അതും ഈ കേരളത്തിൽ നമ്മളേറെ അഭിമാനിക്കുന്ന സംസ്ഥാനമാണ് കേരളം. ആ കേരളത്തിൻ്റെ മണ്ണിൽ ഇതുപോലെ സംഭവിക്കാൻ പാടില്ലാത്തത് സംഭവിച്ചു എന്നുള്ളത് തീർച്ചയായും പുരോഗമന മനസ്സുകൾ ഗൗരവതരമായ ചർച്ചകൾക്ക് വിധേയമാക്കി മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഇത്രമാത്രം ധൈര്യം ഈ സംസ്ഥാനത്തിൻ്റെ പോലീസ് അധികാരികൾക്ക് എങ്ങനെയാണുണ്ടായത്? നിങ്ങൾ നോക്കൂ, 1-2 വർഷമായി അവിടെ ജീവിക്കുന്നവരല്ല, 7 തലമുറകളായി 7 പതിറ്റാണ്ടുകളായി അവിടെ ജീവിക്കുന്ന മനുഷ്യരാണ് എന്ന് പറയുമ്പോൾ അവരുടെ തന്നെ 4 തലമുറകൾ ആ മണ്ണിൽ ജീവിച്ചിരിക്കുകയാണ്. പട്ടികജാതി ക്ഷേമസമിതി സെക്രട്ടറി അധ്യക്ഷത വഹിച്ചു. ശശികുമാർ സ്വാഗതം പറഞ്ഞു. നേതാക്കളായ രാധാകൃഷ്ണൻ, മാരിയപ്പൻ എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കൊല്ലം. സ്വകാര്യ സ്ഥാപനത്തിൽ മോഷണം നടത്തിയ പ്രതി പിടിയിൽ. തമിഴ്നാട് സ്വദേശി സെൽവനാണ് പിടിയിലായത്. പുനലൂർ കലയനാട് പ്രവർത്തിക്കുന്ന കുറ്റിയിൽ ട്രാവൽസ് എന്ന സ്ഥാപനത്തിലാണ് മോഷണം നടന്നത്. വെള്ളിയാഴ്ച അർദ്ധരാത്രിയോടെയായിരുന്നു മോഷണം. സ്വകാര്യ സ്ഥാപനത്തിന്റെ മേൽക്കൂര പൊളിച്ചിറങ്ങി മൊബൈൽ ഫോണുകളും പണവും മോഷണം നടത്തിയ കേസിലെ പ്രതിയാണ് പിടിയിലായത്. തമിഴ്നാട് സ്വദേശി സെൽവനാണ് പിടിയിലായത്. വെള്ളിയാഴ്ച അർദ്ധരാത്രിയോടെയായിരുന്നു മോഷണം നടന്നത്. പുനലൂർ കലയനാട് പ്രവർത്തിക്കുന്ന കുറ്റിയിൽ ട്രാവൽസ് എന്ന സ്ഥാപനത്തിന്റെ ഓഫീസ് മുറിയുടെ ആസ്പെറ്റോസ് മേൽക്കൂര തകർത്ത് അകത്തിറങ്ങിയ മോഷ്ടാവ് 2 മൊബൈൽ ഫോണുകളും 5000-ഓളം രൂപയും മോഷ്ടിക്കുകയായിരുന്നു. കൂടാതെ ഓഫീസിനുള്ളിലെ കമ്പ്യൂട്ടർ മോണിറ്ററുകളും മോഷ്ടിക്കുവാനുള്ള ശ്രമം നടത്തി. മോഷ്ടാവ് കെട്ടിടത്തിലേക്ക് കയറുന്നതും മോഷണം നടത്തുന്നതും ഉൾപ്പെടെ സ്ഥാപനത്തിലെ CCTVയിൽ പതിഞ്ഞിരുന്നു. ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ച് സംഭവത്തിൽ കേസെടുത്ത പോലീസ് പ്രതിയെക്കുറിച്ചുള്ള അന്വേഷണം നടത്തുന്നതിനിടെ മോഷ്ടിക്കപ്പെട്ട ഒരു മൊബൈൽ ഫോൺ കൊല്ലത്തുള്ള മൊബൈൽ കടയിൽ പ്രതി വിൽക്കുവാനായി ശ്രമിച്ചതായി പുനലൂർ പോലീസിന് വിവരം കിട്ടി. കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനുമായി പുനലൂർ പോലീസ് ബന്ധപ്പെട്ടു. ഇവിടെ നിന്നുള്ള പോലീസ് സംഘം പ്രതിയെ പിടികൂടുകയായിരുന്നു. പിന്നീട് പ്രതിയെ പുനലൂർ പോലീസിന് കൈമാറി. പ്രാഥമികമായി നടത്തിയ അന്വേഷണത്തിൽ പ്രദേശത്ത് നടന്ന മിക്ക മോഷണ കേസുകളിലും ഇയാൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. ഇയാൾ ഏറെ നാളുകളായി പുനലൂരിലും പരിസര പ്രദേശങ്ങളിലും ആക്രി ശേഖരിച്ച വിൽപ്പന നടത്തി വരികയായിരുന്നു. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. ന്യൂസ് ബ്യൂറോ, പുനലൂർ. തകർച്ചയിലായ കെട്ടിടം പൊളിച്ചു നീക്കുന്നതിന്റെ മറവിൽ തഴത്തോടിന്റെ വശങ്ങൾ നികത്തുന്നു. കരുനാഗപ്പള്ളി ശാസ്താംകോട്ട റോഡിൽ മാർക്കറ്റിന് കിഴക്കുവശത്താണ് നികത്തൽ ആരംഭിച്ചത്. പൊളിച്ചു നീക്കുന്ന കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾ കൂട്ടിയിട്ടാണ് തഴത്തോട് നികത്തുന്നത്.
തകർച്ചയിലായ കെട്ടിടം പൊളിച്ചു മാറ്റുന്ന മറവിലാണ് തഴത്തോട് നികത്തുന്നത്. തഴത്തോടിന്റെ വശങ്ങളാണ് നികത്തി തുടങ്ങിയത്. കരുനാഗപ്പള്ളി ശാസ്താംകോട്ട റോഡിൽ മാർക്കറ്റിന് കിഴക്ക് വശത്താണ് നികത്തൽ ആരംഭിച്ചിരിക്കുന്നത്. കെട്ടിടം പൊളിച്ചു മാറ്റുന്ന മറവിലാണ് സംഭവം. കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾ കൂട്ടിയിട്ടാണ് നിലനികത്തൽ നടക്കുന്നത്. കഞ്ഞെറ്റിക്കായലിലേക്ക് പതിക്കുന്ന തഴത്തോടിന്റെ ഒരു വശവും പഴയ KMML റെയിൽ ട്രാക്കിന്റെ താഴ്ന്ന പ്രദേശവുമാണ് നികത്തൽ ഭീഷണിയിലുള്ളത്. അധികാരികൾ ഇക്കാര്യത്തിൽ വേണ്ട നടപടി സ്വീകരിക്കുന്നില്ല എന്നുള്ള ആക്ഷേപം ശക്തമാണ്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. പഠനോപകരണ വിതരണവും ആദരിക്കലും നടന്നു. ഓച്ചിറ പായ്ക്കുഴി 1825 നമ്പർ ബ്രഹ്മാനന്ദ വിലാസം NSS കരയോഗത്തിന്റെ നേതൃത്വത്തിലാണ് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തത്. വിജയവീതി എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഓച്ചിറ പായ്ക്കുഴി ബ്രഹ്മാനന്ദ വിലാസം NSS കരയോഗത്തിന്റെ നേതൃത്വത്തിലാണ് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തത്. വിജയവീതി 2026 എന്ന പേരിലായിരുന്നു പരിപാടി. MGM വിദ്യാജ്യോതി ഹൈസ്കൂളിൽ നടത്തിയ പരിപാടി പ്രസിഡന്റ് സന്തോഷ് നേഹ ഉദ്ഘാടനം ചെയ്തു. വളരെ മികച്ച രീതിയിലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കരുനാഗപ്പള്ളിയിൽ തന്നെ 154 കരയോഗങ്ങളെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ വിവിധ ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു കരയോഗം കൂടിയാണ് നമ്മൾ. അതിനുള്ള അംഗീകാരം നമുക്ക് കഴിഞ്ഞ വർഷം യൂണിയനിൽ ലഭിക്കുകയും ഉണ്ടായി. എങ്കിൽ പോലും നമ്മൾ കഴിഞ്ഞ 2 വർഷം മുമ്പ് ആരംഭിച്ച ഈ വിജയവീഥി എന്ന പദ്ധതി വളരെ മികച്ച രീതിയിൽ നടത്തുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. ഓരോ വർഷവും അതിൻ്റെ അന്തസത്ത ഉൾക്കൊണ്ടുകൊണ്ടുള്ള പ്രമുഖരെ വിളിച്ചുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള ക്ലാസുകൾ കൈകാര്യം ചെയ്യുന്നത്. നമ്മുടെ ഭാഗ്യം കൊണ്ട് ഈ വർഷവും വളരെ പ്രമുഖനായ ഒരു വ്യക്തിയാണ് നമുക്ക് ഇന്ന് ഇവിടെ നിങ്ങളെ അഭിസംബോധന ചെയ്യുവാൻ നമുക്ക് ലഭിച്ചത്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി കരയോഗത്തിന്റെ പ്രവർത്തനം അല്പം മന്ദഗതിയിലാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കാരണം വേറൊന്നുമല്ല, കഴിഞ്ഞ 8 വർഷമായി നമ്മളൊക്കെ നോക്കിക്കാണുന്ന തരത്തിൽ നമ്മുടെയൊക്കെ ഗ്രാമദേവതയും നമ്മുടെയൊക്കെ കുടുംബദേവതയുമായ വലിയുള്ളവരുടെ ദേവീക്ഷേത്രത്തിലെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ട് ഏകദേശം 6 കോടി രൂപ ചെലവാക്കി നടത്തുന്ന പുനരുദ്ധാരണ പ്രവർത്തനങ്ങളിൽ മുഖ്യ പങ്കാളിത്തം വഹിക്കുന്ന ഒരു കരയോഗം കൂടിയാണ് ഈ പായ്ക്കുഴി 1824 നമ്പർ ബ്രഹ്മാനന്ദ വിലാസം NSS കരയോഗം. വൈസ് പ്രസിഡന്റ് ശ്രീജിത്ത് എസ് പിള്ള അധ്യക്ഷത വഹിച്ചു. സൂചിപ്പിക്കാറുണ്ട്, തീർച്ചയായിട്ടും നമ്മൾ ബാക്കി 70% കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ കാര്യം നാളെ നമ്മൾ നമ്മുടെ പൊതുയോഗങ്ങളൊക്കെ കൃത്യമായിട്ട് കൂടുവാനും കാര്യം പൊതുയോഗങ്ങളിലുള്ള പങ്കാളിത്തക്കുറവുണ്ട്. നമുക്ക് മറ്റു പരിപാടികളിലൊക്കെ ഏകദേശം പങ്കാളിത്തമുണ്ടെങ്കിൽ പോലും പൊതുയോഗങ്ങളിൽ പങ്കാളിത്തക്കുറവുണ്ട്. തീർച്ചയായിട്ടും ആ പൊതുയോഗങ്ങളിലൊക്കെ നല്ല പങ്കാളിത്തത്തോടു കൂടി ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നെ അതുപോലെ നമുക്ക് സമ്പാദ്യം നല്ല രീതിയിൽ നടത്തുന്നുണ്ട്. അപ്പൊ അത് നേരത്തെ കരയോഗം നടത്തിക്കൊണ്ടിരുന്നതാണ്. അപ്പൊ അത് വനിതാ സമാജം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ആ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ഏതാണ്ട് 15 പേർക്കോളം നമ്മൾ പെൻഷൻ പദ്ധതി നടത്തുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നെങ്കിൽ പോലും തുടർന്ന് കാര്യങ്ങൾ ചെയ്യുവാനുള്ള കാഴ്ചപ്പാടൊക്കെ നമുക്ക് ഉണ്ടാകണം. അപ്പൊ അതിനകത്ത് എനിക്ക് വനിതാ സമാജം സെക്രട്ടറി സിനി ഉണ്ണികൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. സെക്രട്ടറി P സോമൻപിള്ള റിപ്പോർട്ട് അവതരിപ്പിച്ചു. നമ്മൾ വലിയൊരു വരുമാനമായി നമ്മൾ കണക്കാക്കി. അങ്ങനെ ഒരു വരുമാനം ഉണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞത് നമ്മളോടൊപ്പം നേരത്തെ ഇവിടെ പ്രവർത്തിച്ചിരുന്ന കരയോഗത്തിൻ്റെ സെക്രട്ടറിയായിരുന്നു ശ്രീ ബിജു. അന്ന് ഞങ്ങളൊക്കെ ആ കമ്മിറ്റിയിലുണ്ടായിരുന്നു, ഭരണസമിതിയിലുണ്ടായിരുന്നു. ബിജു അന്ന് സെക്രട്ടറിയായ ബിജുവിൻ്റെ നേതൃത്വത്തിലാണ് എൻ്റെ പണി ചെയ്തിട്ടുണ്ട്. കൊണ്ടുപോയി ഇപ്പോൾ അത് വനിതാ സമാജം ഏറ്റെടുത്ത് അതിൻ്റെ കോർഡിനേറ്റർ ശ്രീജിത്ത് സഹായിച്ചുകൊണ്ട് കരയോഗം കമ്മിറ്റിയൊക്കെ സഹായിച്ചുകൊണ്ട് ആ സമ്പാദ്യ പദ്ധതിയുടെ പ്രവർത്തനം വളരെ ഭംഗിയായി ആദ്യത്തെ നടത്തുന്നത് കഴിഞ്ഞു. ആദ്യം നടത്തിയ 5 ലക്ഷം, 1 ലക്ഷം, 50,000 അങ്ങനെ 3 പ്രാവശ്യം മുൻ തവണകളായി. ഡോക്ടർ വിമൽ വിജയ് മുഖ്യാതിഥിയായി. ഓച്ചിറ പരബ്രഹ്മക്ഷേത്ര ഭരണസമിതി വൈസ് പ്രസിഡന്റ് RD പത്മകുമാർ, ഓച്ചിറ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് അമ്പാട്ട് അശോകൻ, ഓച്ചിറ സർവീസ് സഹകരണ ബാങ്ക് ബോർഡംഗം P സോമൻപിള്ള, കരുനാഗപ്പള്ളി NSS താലൂക്ക് യൂണിയൻ വനിതാ സമാജം ജോയിന്റ് സെക്രട്ടറി സ്മിത കളത്തിൽ എന്നിവരെ ആദരിച്ചു. സിജു ഓച്ചിറ, മുരളി പരബ്രഹ്മ, ഉഷ ഉണ്ണി, മായ ശ്രീകുമാർ, മാസ്റ്റർ ആര്യനാഥ്, അമ്മു കൃഷ്ണ, മുരളീധരൻ പിള്ള, അനന്യ ഗിരീഷ്, അമ്മു രാധാകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. പ്രധാന വാർത്തകൾ വീണ്ടും.
രാജ്യത്ത് ഇന്ധനവില വീണ്ടും വർദ്ധിപ്പിച്ചു. പെട്രോൾ ലിറ്ററിന് 2.61 രൂപയും ഡീസലിന് 2.71 രൂപയുമാണ് വർദ്ധിപ്പിച്ചത്. രണ്ടാഴ്ചക്കിടെ ഇത് 4ാമത്തെ വർധന. കൊല്ലം മുണ്ടയ്ക്കൽ അമൃതകുളത്ത് മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങി. വളർത്താൻ ഇട്ടിരുന്ന മത്സ്യങ്ങളാണ് ചത്തത്. വിഷം കലക്കിയതാണോ എന്ന സംശയത്തിൽ നാട്ടുകാർ. സഞ്ചാരികളുമായി പോയ ഹൗസ് ബോട്ട് മുങ്ങി അപകടം. യാത്രക്കാർ സുരക്ഷിതർ. മൺട്രോത്തുരുത്തിൽ കനത്ത മഴയിലും കാറ്റിലും പെട്ട് ബോട്ട് മുങ്ങുകയായിരുന്നു. KSRTC ബസിന് മുകളിലേക്ക് മരം കടപുഴകി. ആളപായമില്ല. കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ കേരളപുരം ജംഗ്ഷന് സമീപമായിരുന്നു അപകടം. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.